ജഫോട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു കിടക്കാച്ചി വീഡിയോ ആണ്. കാരണം എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് അല്ലേ, പുതിയതായിട്ട് വരുന്ന എല്ലാ യൂട്യൂബേഴ്സിനുള്ള പ്രശ്നമാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കുറച്ചൊന്ന് ഓടിയതിന് ശേഷം നിന്ന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ നല്ല രീതിയിൽ എഡിറ്റിംഗ് ഒക്കെ നടത്തി നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ അപ്ലോഡ് ആക്കുന്ന വീഡിയോസ് അത് അവിടെ സ്റ്റക്കായി പോകുന്നു അല്ലേ. ഒരുപാട് പേർക്കുണ്ട്, എനിക്കുണ്ട് അങ്ങനത്തെ പ്രശ്നം. നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ചിലപ്പോൾ റൺ ചെയ്യണമെന്നില്ല. ഓക്കെ, അതേസമയം ചില സമയത്ത് നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കാതെ വെറുതെ എടുത്തിടുന്ന വീഡിയോസ് നല്ല രീതിയിൽ കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ എഫേർട്ട് എടുത്തിരുന്ന വീഡിയോസ് നമുക്ക് എങ്ങനെ രണ്ടാമത് ഓടിക്കാം. സ്റ്റക്കായി കിടക്കുന്ന ചില വീഡിയോസ് ഉണ്ട്. ചില പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സാണ് കൂടുതലായിട്ടുള്ള പ്രശ്നമുള്ളത്. എത്ര വലിയ യൂട്യൂബേഴ്സ് ആയാലും അവർക്കും ഇത് ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആക്കി ഒരു 10-500 അല്ലെങ്കിൽ ഒരു 1500 വ്യൂസ് ഒക്കെ വന്നിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായി പോകും. ചില ആൾക്കാരുടെ വീഡിയോ ഒന്നും ഓടുകയില്ല, അവിടെ ഒരു 10-20 വ്യൂ ഒക്കെ വന്നിട്ട് ചാനൽ ഫ്രീസ് ആയ പോലെ തന്നെ അവിടെ സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒന്ന് റൺ ചെയ്യിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇതൊക്കെ റൺ ചെയ്യിക്കാൻ വേണ്ടി കുറച്ച് ട്രിക്കുകൾ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നെങ്കിൽ നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് യൂട്യൂബിൻ്റെ ഓപ്ഷൻ തന്നെ എടുത്തിട്ട് നമുക്ക് പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്തിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിനകത്ത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പൈസ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ മാത്രം നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ആൾക്കാരോട്ട് എത്തിക്കും. നല്ല വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ നല്ല രീതിയിൽ കയറി പോകും. പക്ഷേങ്കിൽ ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്നതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പൈസ കൊടുക്കണം. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോയ്ക്കുള്ള വ്യൂവേഴ്സ് നമുക്ക് മോണിറ്റൈസേഷൻ കൗണ്ട് ചെയ്തില്ല. അതിന് അങ്ങനെ ഒരു വീഡിയോയ്ക്ക് വാച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാച്ച് ടൈം നമുക്ക് മോണിറ്റൈസേഷൻ കൗണ്ട് ചെയ്തില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ നമുക്കത് ജസ്റ്റ് വീഡിയോ ഓടിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷേ വേറെ അടുത്ത ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാത്ത വീഡിയോസ്, ഓടി കുറച്ച് സ്റ്റക്കായി കിടന്ന വീഡിയോസ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ, അതായത് നമുക്ക് അതിന് തമ്പനയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് റൺ ചെയ്ത് കിട്ടുന്നുണ്ട് അല്ലേ. അതായത് സ്റ്റക്കാകാൻ തോന്നുന്ന വീഡിയോസ് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തമ്പനയിലും അതായത് ക്യാപ്ഷനൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ആ വീഡിയോ പിന്നെയും രണ്ടാമത് റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നുമല്ല, അതൊരു ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെ ചാനലിനകത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്ന് പറയും. നമ്മൾ ആരും അത് ശ്രദ്ധിക്കില്ല, നമ്മൾ അതിനകത്തൊന്നും ചെയ്യലില്ല. കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ യൂട്യൂബ് എടുത്തു മാറ്റുന്നുണ്ട്. കാര്യം വെച്ചാൽ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്താ പറയുക, തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എടുത്തു മാറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നില്ല. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് അത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അത് എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് അതിനകത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ആരും മറന്നു പോകരുത്. ഞാൻ ഇതിന് മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം നമുക്ക് അത്യാവശ്യം കുറേ പേരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ അത് നിർത്തുമോ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റക്കായി കിടന്ന വീഡിയോസ് എങ്ങനെയാണ് യൂട്യൂബ് റെക്കമെൻഡേഷൻ അയക്കുന്നത്. അതായത് യൂട്യൂബ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് റെക്കമെൻഡേഷൻ അയച്ചിട്ടാണ് ആ വീഡിയോ റൺ ചെയ്യിക്കുന്നത് അല്ലേ. അതേസമയം രണ്ടാമത് പിന്നെയും റെക്കമെൻഡേഷൻ അയച്ചിട്ട് റെക്കമെൻഡേഷനല്ല, യൂട്യൂബിൻ്റെ ഹോം പേജിൽ കൂടെ പോയിട്ട് നമ്മുടെ ആ വീഡിയോയിലേക്ക് വ്യൂസ് കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അതുകൊണ്ട് ഈ പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നിങ്ങളുടേതായ രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതിയും കൊടുക്കാം. ഈ പോസ്റ്റിന് മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അട്രാക്റ്റീവ്, നമ്മളിപ്പോൾ തമ്മനയിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വേർഡ്സ് കൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ കാണാൻ താല്പര്യമുള്ള വീഡിയോസ് ആണെങ്കിൽ അത് ആൾക്കാർ വന്ന് കാണും. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഇങ്ങനെ വീഡിയോ സ്ക്രോൾ ചെയ്ത്, അതായത് നമ്മുടെ യൂട്യൂബ് എടുത്തുമ്പോൾ ഓരോരുത്തരുടെ പോസ്റ്റ് നമുക്ക് ഇങ്ങനെ വരുന്ന കാണാം. അപ്പോൾ ആ പോസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരുപാട് പേരുടെ ലിങ്കും നമുക്ക് വരുന്ന കാണാം. അപ്പോൾ അങ്ങനെ ലിങ്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ലിങ്ക് ആണെങ്കിൽ നമ്മളത് കയറി ക്ലിക്ക് ചെയ്യും, കാണും. അപ്പോൾ അത് രണ്ടാമത് നമുക്ക് റൺ ചെയ്യിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. ഒരുപാട് പേർക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് റിലേറ്റഡ് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മൾ റിലേറ്റഡ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് കഴിയുമ്പോൾ ലോങ് വീഡിയോൻ്റെ റിലേറ്റഡ് വീഡിയോ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് റൺ ചെയ്യിക്കാനുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇതും ഈ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ ഉപയോഗിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, ഈ പോസ്റ്റ് ഉപയോഗിക്കുന്ന നമ്മുടെ ചാനലിൽ ലിങ്ക്, നമ്മുടെ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷം അതിൻ്റെ ലിങ്ക് ഒന്ന് സ്റ്റക്കാകുന്ന സമയത്ത് അതിൻ്റെ ലിങ്കും കൂടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന വീഡിയോസ് ഒന്നും കൂടെ റൺ ചെയ്യിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് ഉപകാരമുണ്ട്. കാരണം ഞാൻ എൻ്റെ ചാനലിനകത്ത് ചെയ്യാറുണ്ട് കൂടുതലായിട്ട്. ഓക്കെ, ഈ ചാനലിൽ നമ്മുടെ ജിജോ വ്ലോഗ് ചാനലിനകത്ത് ഞാൻ ചെയ്യാറുണ്ട്. അത് അത്യാവശ്യം സ്റ്റക്കായി കിടക്കുന്ന സമയത്ത് ഈ പോസ്റ്റിൽ കൂടെയും നമുക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഒന്ന് പോയി ശ്രമിച്ച് നോക്കുക.
അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കയറട്ടെ, നല്ല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ആക്കി നല്ല രീതിയിലുള്ള യൂട്യൂബേഴ്സായിട്ട് എല്ലാവരും മാറട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.